ഈ ഡയബറ്റിക്സിൽ ഷുഗർ ലെവൽ കൂടുന്നതാണോ കുറയുന്നതാണോ ഏറ്റവും വലിയ പ്രശ്നം? ശരിക്കും പറഞ്ഞാൽ രണ്ടും പ്രശ്നമാണ്. ഇപ്പൊ ഷുഗർ കുറഞ്ഞു പോയാൽ തലകറക്കം വരും, നെഞ്ചെടുപ്പ് കൂടും, സ്വെറ്റിംഗ് ഉണ്ടാകും ആൻഡ് പല പ്രശ്നങ്ങളുണ്ടാകും. സോ ഈവൻ തലകറങ്ങി ചിലപ്പം ഒരു എക്സസൈസ് ചെയ്യുമ്പോഴായിരിക്കും തലകറങ്ങി വീണു പോകുന്നത്, ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ടാകാൻ വരെയുള്ള സാധ്യതയുണ്ട്. സോ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത് ഷുഗർ കുറഞ്ഞു പോകുന്നത് ഷുഗർ കൂടുന്നതിനെക്കാട്ടിലും ഡേഞ്ചറസ് ആണ് സംടൈംസ്. സോ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിൻ്റെയും സിംറ്റംസ് മനസ്സിലാക്കുക. ഡയബറ്റീസിന്റെ ഷുഗർ കുറഞ്ഞു പോയാലും വരും. സോ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാരണം എല്ലാവർക്കും ഇപ്പൊ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഒരു ഗ്ലൂക്കോസ് മീറ്റർ, ഒരു ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഡിവൈസ് എപ്പോഴും വീട്ടിലുണ്ടായിരിക്കണം. തലകറക്കമോ ക്ഷീണോ എന്തെങ്കിലും വന്നാൽ ആ ടൈമിൽ തന്നെ ഒന്ന് ഷുഗർ എടുത്ത് നോക്കുക. നിങ്ങൾ കൺസൾട്ടന്റിന്റെ അടുത്ത് പോകുമ്പോൾ തന്നെ ഒരു വളരെ ഹെൽപ്പ് ആയിരിക്കും. ഡോക്ടറിനോട് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റും. ഡോക്ടറെ, രാവിലെ എനിക്ക് തലകറക്കം വന്നു, ഞാൻ ഒന്ന് ഷുഗർ നോക്കിയപ്പോൾ കുറഞ്ഞു പോയി. സോ ഇറ്റ് ഹാവ് ടു ബി മോർ ഈസി ടു ട്രീറ്റ് ഓൾസോ. സോ അവെയർ ആയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഷുഗർ, എസ്പെഷ്യലി നടക്കാനൊക്കെ പോകുമ്പോൾ രാവിലെയൊക്കെ. യെസ്, ഷുഗർ കുറഞ്ഞു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഒരു സ്നാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും കഴിച്ചിട്ടാണ് എക്സസൈസിന് പോകേണ്ടത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണമെങ്കിൽ യു ക്യാൻ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. അതുപോലെ തന്നെ ഷുഗർ കുറയുന്നുണ്ടോ ഇല്ലയോ സ്വയം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സ്കില്ലും അല്ലെങ്കിൽ അതിന്റെ ചില സിംറ്റംസ് ഇതാണ്. അത് മനസ്സിൽ ഉണ്ടായ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ അപ്പൊ തന്നെ ഒന്ന് ഷുഗർ ചെക്ക് ചെയ്യും. അത് നമ്മളിപ്പോ പലപ്പോഴും കാണുന്നുണ്ട്, പ്രായമായ ആളുകൾ അറിയാത്തത് കൊണ്ട്, കൂടുന്നതാണോ കുറയുന്നതുകൊണ്ടാണോ എന്താണ് ഇഷ്യൂ എന്ന് അറിയാത്തത് കൊണ്ട് പലപ്പോഴും ആരും കാണാത്തടത്ത് തല ഇറങ്ങി വീണ് മരിച്ച ഇൻസിഡൻസ് വരെ നമ്മൾ കണ്ടു. പ്രായമുള്ള ആൾക്കാർക്ക് വേറെ നമ്മൾ ഈ ഗ്ലൂക്കോസിന്റെ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ ഒരു 4 ടാബ്ലറ്റ് കയ്യിൽ വെച്ചിട്ട് പോകണം. അപ്പൊ നമ്മൾ ഉടനെ ഈ ഷുഗർ കുറഞ്ഞു പോയാൽ നേരെ പഞ്ചസാര എല്ലാം വലിച്ചു കയറി ഈ ടാബ്ലറ്റ്സ് ആണ് കൂടുതൽ സേഫ്. സോ അത് ഷുഗർ പെട്ടെന്ന് റിക്കവറും ചെയ്യും, അതുകൊണ്ട് കോംപ്ലിക്കേഷൻസും ഉണ്ടാകത്തില്ല. സോ ഡോക്ടറിന്റെ അടുത്ത് വരുന്നത് ഷുഗർ കൂടിയിട്ടുള്ള ആളുകളാണോ ഏറ്റവും അധികം വരുന്നത്, കുറഞ്ഞിട്ടുള്ള ആളുകളാണ് ഏറ്റവും അധികം വരുന്നത്? ശരിക്കും പറഞ്ഞാൽ ഡയബറ്റിക്സ് ആണ് കൂടുതലും വരുന്നത്. ഷുഗർ കൂടിയ ആൾക്കാരാണ് വരുന്നത്. പക്ഷെ അവർക്ക് കറക്റ്റ് ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ കറക്റ്റ് മെഡിസിൻ, ഇപ്പൊ എല്ലാവർക്കും, എനിക്കും അശ്വിനും സെയിം സ്ക്രബ് വരത്തില്ലല്ലോ. അതേപോലെ എല്ലാവർക്കും ഇൻഡിവിജ്വൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് മരുന്നുകൾ കൊടുക്കുന്നത് അക്കോർഡിംഗ് ടു യുവർ ഏജ്, ലൈഫ് സ്റ്റൈൽ, ബിസിനസ്. ഇപ്പൊ ചില ആൾക്കാർ ഒട്ടും ടൈം കിട്ടാത്ത ആൾക്കാരാണ്. ഭക്ഷണമൊന്നും, ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം ടൈമിൽ കഴിക്കണം, പക്ഷെ ഭക്ഷണം ഒന്നും ടൈമിൽ കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വേറെ മരുന്നുകളുണ്ട്. അതേപോലെ എവറി ഇൻഡിവിജ്വലിന് നമ്മൾ വേറെ ഇൻഡിവിജ്വൽ സ്പെസിഫിക് മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. സോ അതായിരിക്കും കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. യെസ്, നൗഡേയ്സ് നമ്മൾ കുറെ ഡയബറ്റിക് പേഷ്യൻസിനെ കാണുന്നുണ്ട്. ആസ് എ ചെയർമാൻ ഓഫ് വെൽമൗണ്ട് ഹോസ്പിറ്റൽ, ഡയബറ്റിക് പേഷ്യൻസിനോട് അല്ലെങ്കിൽ ഡയബറ്റിക്സ് അഫക്റ്റ് ആയിട്ടുള്ള ആൾക്കാരോട് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? ഡയബറ്റീസ് നോട്ട് ആൻ എൻഡ് ഓഫ് ലൈഫ്. ഡയബറ്റീസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു അസുഖമല്ല, ഒരളവ് തെറ്റായിരിക്കുകയാണ്. സോ ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്താൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനോ അതോ ലൈഫ് എക്സ്പെക്ടൻസിക്ക് ഒരിക്കലും ഇത് ബാധിക്കാൻ പോകുന്നില്ല. അതുമാത്രമല്ല, എൻ്റെ അടുത്ത് വരുന്ന 90 ഇയറൊക്കെ ക്രോസ് ചെയ്ത ആൾക്കാരാണ് ഡയബറ്റിക്സ് വരുന്നത്. വളരെ ഹെൽത്തി ആയിട്ട് നടന്നാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഈ ഡയബറ്റീസ് ഉണ്ടായെന്ന് പറയുന്നത് നമുക്കൊരു ലൈഫിൽ കോംപ്രമൈസ് ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. ജസ്റ്റ് ഒരു ബാലൻസ് ലൈഫ് ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ കൃത്യം ടൈമിൽ ഉറങ്ങുക. ഇതിൽ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെസ് ഓൾസോ അഫക്ട്സ് ഡയബറ്റീസ്. അപ്പോൾ ഒരു 7-8 മണിക്കൂർ കണ്ടിന്യൂസ് ഉറക്കം. ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ എന്താ കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴാണ് കഴിക്കേണ്ടത്. കൃത്യം ടൈമിൽ ഭക്ഷണം കഴിക്കുക, ഒരു 1/2 മണിക്കൂർ എക്സസൈസ് ചെയ്യുക. ഈ കാർഡിയോ ചെയ്യുന്നത് വളരെ നല്ല കാര്യം. ഞാൻ എക്സസൈസിനെ പറ്റി ചോദിക്കുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ നടക്കാൻ പോകുന്നതാണ്. നടക്കുന്നത് മാത്രമല്ല, ഇതിന് മസിൽ ബിൽഡിംഗ്, സ്ട്രെങ്ത് എക്സസൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്റ്റേ ഹെൽത്തി, ബി ഓപ്റ്റിമിസ്റ്റ്.